മുസ്ലിം വിരുദ്ധ പരാമർശം പി.സി. ജോർജിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മതവിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന് അബദ്ധങ്ങളോടബദ്ധമെന്ന് ഹൈക്കോടതി. പരാമർശം ഒരു അബദ്ധം പറ്റിയതാണെന്ന് പി.സി. ജോർജ് പറഞ്ഞപ്പോഴായിരുന്നു കോടതിയുടെ പ്രതികരണം. കേസിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വിധി പറയാനായി മാറ്റി. മറ്റന്നാൾ കോടതി വിധി പ്രസ്താവിക്കും. മുൻ ജാമ്യവ്യവസ്ഥ പി.സി. ജോർജ് ലംഘിച്ചുവെന്നും ഇതിനു മുമ്പും സമാനമായ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്ന് ഹൈക്കോടതി വിമർശിച്ചു. പി.സി. ജോർജിന്റെ പരാമർശം ഗൗരവതരമാണ്. പി.സി. ജോർജ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. അബദ്ധങ്ങൾ ആവർത്തിക്കുന്നുവെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. സമാനമായ 4 കുറ്റകൃത്യങ്ങൾ പി.സി. ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രകോപനപരമായ പരാമർശമാണ് പി.സി. ജോർജ് നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 5-ന് നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പി.സി. ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. പ്രസംഗമല്ലെന്നും ചാനൽ ചർച്ചയ്ക്കിടെ അബദ്ധത്തിൽ വായിൽ നിന്ന് വീണുപോയ വാക്കാണെന്നും അപ്പോൾ തന്നെ അബദ്ധം തിരിച്ചറിഞ്ഞ മാപ്പ് പറഞ്ഞുവെന്നും പി.സി. ജോർജ് കോടതിയെ അറിയിച്ചു. താൻ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ ഒന്നും സംഭവിച്ചില്ല, എല്ലാവരും ചിരിച്ചതേ ഉള്ളൂവെന്നും പി.സി. ജോർജ് കോടതിയിൽ പറഞ്ഞു. വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ കേസിൽ പി.സി. ജോർജിന് ജാമ്യം അനുവദിച്ചപ്പോൾ ഇത്തരം പരാമർശങ്ങൾ മേലിൽ പാടില്ലെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ വ്യവസ്ഥ ലംഘിച്ച് വീണ്ടും പരാമർശം നടത്തിയല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അബദ്ധത്തിൽ പറഞ്ഞതാണെന്ന് പി.സി. ജോർജ് വിശദീകരിച്ചത്. പി.സി. ജോർജിന്റേത് അബദ്ധമല്ല, അബദ്ധങ്ങളോട് അബദ്ധമാണെന്ന് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഇതാദ്യമായിട്ടല്ല പി.സി. ജോർജ് ഇത്തരം പരാമർശം നടത്തുന്നത്. 40 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ ജാഗ്രത പി.സി. ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ലെന്നും കോടതി വിമർശിച്ചു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ഫ്രണ്ടാണ് ജോർജിനെതിരെ പരാതി നൽകിയത്. മുമ്പും സമാന കേസിൽ ജാമ്യത്തിൽ തുടരുന്ന പി.സി. ജോർജ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത് കേസിൽ തിരിച്ചടിയായി.